യെസ് ഗോപി, ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് 80 മീറ്റർ അകലേക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും 80 മീറ്റർ അകലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഗ്രേസ് ഡ്രാഗൺ പേടകം എന്ന കൺഫർമേഷൻ ഇപ്പോൾ വരുന്നു. 80 മീറ്റർ അകലേക്ക് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു നമ്മുടെ പേടകം. അങ്ങനെ ഭൂമിയിലേക്കുള്ള യാത്ര 4 സംഘം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ദൂരം, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ പേടകവും ഏതാണ്ട് 80 മീറ്റർ ഡിഫറൻസിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 415 കിലോമീറ്റർ മുകളിലായിട്ടാണ് ഇപ്പോഴത്തെ അതിന്റെ സ്ഥാനം എന്നാണ് ഇപ്പോഴത്തെ ആക്സിയം സ്പേസിന്റെയും നാസയുടെയും അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ 26,516 കിലോമീറ്റർ പെർ അവർ, അത്രയും വേഗത്തിലാണ് ഇപ്പോഴത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ വേഗം. ഇപ്പോൾ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഈ അൺഡോക്കിംഗ് സംഭവിച്ച ശേഷം ഇതാ മൂവ് ചെയ്യുന്ന നമ്മുടെ പേടകത്തെ കാണാം. ഇതിനകത്താണ് നമ്മുടെ 4 സംഘം ശുഭാംശു ശുക്ലയും സംഘവും ഇപ്പോൾ ഭൂമിയിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ പുറത്തുള്ള എക്സ്റ്റേണൽ ക്യാമറകൾ ഉപയോഗിച്ചാണ് അതിനെ ക്യാപ്ചർ ചെയ്യുന്നത്. അതിനായുള്ള ആ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയുമാണ്. ഇനി കൃത്യമായ ആംഗിൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായുള്ള ഘട്ടങ്ങളിലേക്ക് എത്തുന്ന മുറയ്ക്ക് അത് സംഭവിക്കുകയും കൃത്യമായ ദിശ അത് സെറ്റ് ചെയ്യുകയും പിന്നീട് ഭൂമിയിലേക്ക് യാത്ര തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ക്യാമറ, അതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ കൃത്യമായ ദൃശ്യം പകർത്തുന്നതാണ്. അങ്ങനെ കൃത്യമായ തത്സമയ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. 416 കിലോമീറ്റർ മുകളിലുള്ള, ഭൂമിയിൽ നിന്നും 416 കിലോമീറ്റർ മുകളിലുള്ള ദൃശ്യമാണ് തത്സമയം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 26,513 കിലോമീറ്റർ വേഗത്തിൽ, 1 മണിക്കൂർ അത്രയും വേഗം എന്ന് പറയുമ്പോൾ ഇമാജിൻ ചെയ്ത് നോക്കുക, വലിയ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് ഗോപി, ഒരുപാട് പേർ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ചോദിക്കുന്നുണ്ട്, ഇത് വളരെ സാവധാനം നടക്കുന്ന ഒരു പ്രോസസ് അല്ലേ, ഇതെങ്ങനെയാണ് വേഗത്തിൽ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ഭൗമാന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്നത് പോലെയുള്ള ഒരു വേഗമല്ല. ആ വേഗത്തെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല, ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. റിലേറ്റീവ് വെലോസിറ്റി എന്നാണ് നമുക്ക് അതിനെ പറയേണ്ടി വരിക. ഏതെങ്കിലും ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തെ ആധാരമാക്കിയാണ് നമുക്ക് വേഗം പറയാൻ കഴിയുക. പക്ഷേ സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു എന്താണ് പറയുക, ഒന്നുമില്ലാത്തൊരു ഇടമാണ്, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഇടമാണ്. അവിടെ ഒന്നുമില്ല, അവിടെ അന്തരീക്ഷമില്ല അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേഗം ആ രീതിയിൽ പറയാൻ നമുക്ക് കഴിയില്ല. അവിടെ കാറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ചലനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് ഇതിന്റെ വേഗം പറയാൻ കഴിയുള്ളൂ. 26,511 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് എന്തായാലും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സഞ്ചരിക്കുന്നത്. അത് നമുക്കറിയാം. അത്തരത്തിൽ നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതുമാണ്. അതോടൊപ്പം 90 മിനിറ്റ് കൂടുമ്പോൾ ഭൂമിയെ വലം വയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വേഗം എന്തായാലും ആ പേടകത്തിലുണ്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നും വേർപെട്ട് പോകുന്ന നമ്മുടെ ഈ പേടകത്തിനും, അതായത് ഗ്രേസ് എന്ന് പറയുന്ന ഡ്രാഗൺ പേടകത്തിനും ഇപ്പോഴത്തെ വേഗം എന്ന് പറയുന്നത് 26,509 കിലോമീറ്റർ പെർ അവർ, ആ വേഗത്തിൽ താഴേക്ക് വരികയാണ്. പക്ഷെ ഇപ്പോഴും അതിന്റെ ദൂരം അല്ലെങ്കിൽ അതിന്റെ ഉയരം ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 417 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ഇപ്പോൾ ഈ പേടകമുള്ളത് എന്ന് പറയാം. ഇനി ക്രമമായി ഇതിനെ താഴ്ത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനായി കൃത്യമായി ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കണം. കൃത്യമായി തന്നെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുകയും അതിന്റെ ഓരോ ഫേസിലുമുള്ള ബേണിംഗ് പ്രോസസ്സുകൾ നടത്തുകയും അങ്ങനെ ഭൂമിയുടെ ഏത് ഭാഗത്തേക്കാണോ ഇതിനെ ഇറക്കേണ്ടത്, നമ്മൾക്കറിയാം അത് കാലിഫോർണിയൻ തീരത്തേക്കാണ് ഇറക്കേണ്ടത്, ആ ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ കൃത്യമായ കമാൻഡുകൾ നൽകുകയും ആ കമാൻഡ് അനുസരിച്ച് ഇതിന്റെ ദിശ മാറുകയും ഒക്കെ ചെയ്യും. ഇനി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പേടകത്തിന്റെ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന പേടകത്തിന്റെ ഒരു ഭാഗത്തിനെയാണ് ട്രങ്ക് എന്ന് പറയുക. ഈ ട്രങ്ക് എന്ന് പറയുന്ന ഭാഗം വേർപെടും ഏറ്റവും കൂടുതൽ ഡി ഓർബിറ്റിംഗ് സംഭവിക്കുന്ന സമയത്ത്. അതായത് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ഭാഗം മാത്രമായിരിക്കും താഴേക്ക് വരിക. ഈ ട്രങ്ക് എന്ന് പറയുന്ന ഈ മുകളിലുള്ള ഈ പോർഷൻ അത് വേർപെട്ട് പോവുകയും ചെയ്യും, അത് താഴേക്ക് വരികയില്ല. ഈ ഭാഗം മാത്രമാണ് താഴേക്ക് വന്ന് കൃത്യമായി പതിക്കുക. ഇത് പിന്നീട് കടലിൽ വീഴുകയാണ് ചെയ്യുക. അവിടെ പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് ഇതിന്റെ വേഗം കുറയ്ക്കുകയും അതിനെ കൃത്യമായി വളരെ സേഫ് ആയിട്ട് സ്പ്ലാഷ് ഡൗൺ എന്നാണ് പറയുക, കടലിലേക്ക് വീഴുന്നതിനെ സ്പ്ലാഷ് ഡൗൺ എന്നാണ് പറയുക. ആ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയും ചെയ്യും. ഇതിനകത്താണ് ഈ പറയുന്ന, ഞാൻ ഇപ്പോൾ കൈകൾ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ഇതിനകത്താണ് നമ്മുടെ 4 പേരും ഇപ്പോൾ ഇരിക്കുന്നത്, യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. 418 കിലോമീറ്റർ മുകളിലുള്ള തത്സമയ ദൃശ്യമാണ്, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന ദൃശ്യം അതേപടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ആംഗിളൊക്കെ മാറുക അടുത്ത ഘട്ടങ്ങളിലാണ്. ഇപ്പോൾ സംഭവിച്ചത് ഡിപ്പാർച്ചർ ബേൺസ് ആണ്. ആ ഡിപ്പാർച്ചർ ബേൺ സംഭവിക്കുകയും പിന്നീട്
ഇനി ഫേസിംഗ് ബേൺ സംഭവിക്കാനുണ്ട്. അങ്ങനെ ജ്വലന പ്രക്രിയകൾ ഒന്നിനു പിറകെ ഒന്നായി സംഭവിക്കുകയും പിന്നീട് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിന് ഡിയോർബിറ്റിംഗ് സംഭവിക്കുകയും അവിടെ ജെറ്റിസൺ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് ഈ പറയുന്ന ട്രങ്ക് വേർപെടുന്ന ഒരു പ്രോസസ്സാണ് ജെറ്റിസൺ എന്ന് പറയുന്ന പ്രോസസ്സ്. അത് സംഭവിക്കുകയും ഈ പറയുന്ന 4 സംഘം അടങ്ങുന്ന ആ മൊഡ്യൂൾ മാത്രം, അതിനെ ക്രൂ മൊഡ്യൂൾ എന്നാണ് നമ്മൾ പറയുക. ക്രൂ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ 4 സംഘം ഇരിക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ക്രൂ മൊഡ്യൂൾ എന്ന് പറയും. ആ ക്രൂ മൊഡ്യൂൾ മാത്രമാണ് ട്രങ്ക് വേർപെടുകയും ആ ക്രൂ മൊഡ്യൂൾ മാത്രമാണ് താഴേക്ക് പതിക്കുകയും ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ഘട്ടങ്ങൾ അതിനിർണായകമാണ്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും 10 മിനിറ്റ് അധികം സമയമെടുത്താണ് അൺഡോക്കിംഗ് സംഭവിച്ചതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 5:28 സംഭവിക്കേണ്ട ഫേസിംഗ് ബേൺ അല്ലെങ്കിൽ ഫേസിംഗ് ജ്വലനം അതൊരു 10 മിനിറ്റ് വൈകി 5:38 സംഭവിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5:38 വരെ ഈ ഒരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രോച്ച് എലിപ്സോഡിന് അപ്പുറത്തേക്ക് എത്തുന്ന മുറയ്ക്കായിരിക്കും ആ ബേണിംഗ് പ്രോസസ്സ് നടക്കുക. അങ്ങനെ അപ്രോച്ച് എലിപ്സോഡ് കഴിഞ്ഞ ശേഷം കൃത്യമായ ഒരു വേഗം ഇത് കൈവരിക്കുകയും വളരെ വേഗത്തിൽ തന്നെ അത് യാത്ര തുടരുകയും ചെയ്യും. പിന്നീട് 20 മണിക്കൂർ ദൈർഘ്യമുള്ള തുടർച്ചയായ എവിടെയും ബ്രേക്ക് ഇല്ലാത്ത യാത്രയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് അടുത്ത സംഭവം നടക്കുന്നത് 3ാമത്തെ ഘട്ടത്തിൽ ഡിയോർബിറ്റിംഗ് ജ്വലനം സംഭവിക്കും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജെറ്റിസിന്റെ ഒക്കെ അതായത് ട്രങ്ക് മാറി ട്രങ്കിനെ വേർപെട്ടുകയും ഈ ക്രൂ മൊഡ്യൂൾ താഴേക്ക് പതിക്കുകയും ചെയ്യുന്ന ഘട്ടമൊക്കെ അതിനുശേഷമാണ് ഉണ്ടാവുക. ഭൗമാന്തരീക്ഷത്തിലേക്ക് ഈ മുനയുള്ള ഈ ഭാഗം, അതായത് ഈ കാണുന്ന ഭാഗം മാത്രമായിരിക്കും താഴേക്ക് പതിക്കുകയും ചെയ്യുക. ഇപ്പോൾ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ബാഹ്യഭാഗത്തുള്ള ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. അപ്പോൾ ഇതിന്റെ വേഗം സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നു. 26,499 km/h ഇതിന്റെ സഞ്ചാരം. അത്രയും വേഗത്തിലാണ്. ഒപ്പം തന്നെ ആൾട്ടിറ്റ്യൂഡ്, ഇതിന്റെ ഉയരം ഭൂമിയിൽ നിന്ന് 419 കിലോമീറ്റർ അകലെയാണ് എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ആ അപ്ഡേറ്റ് ഇപ്പോൾ നാസ നൽകുന്നുമുണ്ട്. ഇനി ഈ യാത്ര അത് മിനിറ്റുകൾ ദൈർഘ്യമുള്ള യാത്രയാണ്. അത് ഈ രീതിയിൽ തന്നെ തുടരേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞു അപ്രോച്ച് എലിപ്സോയിഡ്, അതോടൊപ്പം തന്നെ ആ ഒരു സുരക്ഷാ പരിധി, ആ പരിധി ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ പരിധി വരെ ഈ രീതിയിലായിരിക്കും ഇതിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. പിന്നീട് ഇതിന്റെ ആംഗിളുകൾ മാറ്റപ്പെടുകയും ഫേസിംഗ് ത്രസ്റ്ററുകൾ ഉണ്ടാവുകയും ഫേസിംഗ് ബേണുകൾ സംഭവിക്കുകയും പിന്നീട് ഭൂമിയിലേക്കുള്ള യാത്ര ഉണ്ടാവുകയും ചെയ്യും. ഗോപി, ഈ എക്സ്പെഡീഷനിലൂടെ അല്ലെങ്കിൽ ഈ ദൗത്യത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആക്സിം സ്പേസും അതോടൊപ്പം തന്നെ നാസയും ISROയും ESAയും യൂറോപ്യൻ സ്പേസ് ഏജൻസി കൂടി ഇതിന്റെ ഭാഗമാണ്. കാരണം പോളണ്ടുകാരനായ നമ്മുടെ സ്ലാവോഷ് വിസ്നിവ്സ്കി ഉള്ളതുകൊണ്ട് തന്നെ ESA കൂടി ഇതിന്റെ ഭാഗമാണ്. ESAയുടെ പ്രതിനിധിയായിട്ടാണ് പോളണ്ടുകാരനായ വിസ്നിവ്സ്കി ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഭാവിയിലെ ഇത്തരത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങൾ ഈ രീതിയിലായിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ദൃശ്യത്തിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ക്രൂ മൊഡ്യൂൾ. ഈ മൊഡ്യൂൾ മാത്രമായിരിക്കും ഭൂമിയിലേക്ക് വരിക. ബാക്കി ഇതിന്റെ ട്രങ്ക് വേർപെട്ട് പോവുകയും ചെയ്യും. ഇത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രേസ് എന്ന് പറയുന്ന ഡ്രാഗൺ പേടകത്തിന്റെ കുറച്ചുകൂടി വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഈ പേടകത്തിനകത്താണ്, ഈ ക്രൂ മൊഡ്യൂളിനകത്താണ് നമ്മുടെ 4 പേരും ഇപ്പോൾ ഇരിക്കുന്നത്. അവർ ആ രീതിയിൽ ഇരിക്കേണ്ടതുണ്ട്. പക്ഷെ അവർക്ക് ഉറങ്ങാം, അവർക്ക് കൃത്യമായി വിശ്രമം എടുക്കാം. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. അതൊക്കെ കൃത്യമായി കൺട്രോൾ സെന്ററിൽ നിന്നും നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ട്. 2026 ജൂൺ 26 സംഭവിച്ച ഇത് ചരിത്ര നിമിഷമായിരുന്നു. ആക്സിയം 4 ദൗത്യ സംഘത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് സ്വീകരിക്കുന്ന ദൃശ്യം നമ്മൾ ആദ്യം കണ്ടു. അതിനുശേഷം അതിലെ ഓരോരുത്തരും പല സമയങ്ങളിലായി വന്ന് ലോകവുമായി സംസാരിക്കുന്ന കാഴ്ച കണ്ടു. നമ്മുടെ ശുഭാംശു ശുക്ല അവിടെ പരീക്ഷണം നടത്തുകയും ഫ്രീസറിലേക്ക് ഓരോ കാര്യങ്ങൾ എടുത്തു വെക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഓരോ ദിവസവും ഇവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അവിടുത്തെ ഈ മൈക്രോഗ്രാവിറ്റിയാണ് എന്ന് പല ഘട്ടങ്ങളിലായി ഇവർ പറയുന്നുണ്ടായിരുന്നു. അതിന് സാക്ഷ്യം വഹിച്ച് ഏറ്റവും പരിചയസമ്പന്നയായ നമ്മുടെ പെഗി വിൽസണും ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി ഇവർ സംസാരിക്കുമ്പോഴൊക്കെ ഈ മൈക്രോഗ്രാവിറ്റിയുടെ ഒരു സുഖം അത് അവർ പല ഘട്ടങ്ങളിൽ അനുഭവം പങ്കുവച്ചതാണ്. നമ്മൾ തൊട്ട് മുൻപ് കണ്ട ഒരു കപ്യൂള മൊഡ്യൂളുണ്ട്. കപ്യൂള മൊഡ്യൂളിന്റെ ഒരു പ്രത്യേകത, അത് 7 വിൻഡോകളുള്ള ഒരു പ്രത്യേക ഭാഗമാണ് നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ. അവിടെ പോവുകയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ബഹിരാകാശ യാത്രികരുടെയും വലിയ സ്വപ്നമാണ്. അത് നമ്മുടെ ഈ 4 സംഘവും നടത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ മൈക്രോഗ്രാവിറ്റിയിൽ ഇവർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇവരുടെ പേശികൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, ഈവൻ നമ്മുടെ ബ്ലഡിന് പോലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ ബ്ലഡ് സാമ്പിളുകൾ പോലും ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി കൂടിയാണ് ഈ ദൗത്യത്തെ ഇവർ ഉപയോഗിച്ചത് എന്ന് പറയാതെ വയ്യ. അത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ എക്സ്പെഡിഷൻ 73യുടെ ഭാഗമായ 7 പേരുണ്ട്, ഒപ്പം ആക്സിയം 4ന്റെ 4 പേർ. അങ്ങനെ 14 പേരാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 18 ദിവസം ഒരു കുടുംബം പോലെ കഴിഞ്ഞത് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ആ രീതിയിൽ ജോണി കിം എന്ന് പറയുന്ന അവിടുത്തെ എക്സ്പെഡിഷൻ 73യുടെ ഭാഗമായ ഒരു ബഹിരാകാശ യാത്രികൻ പറഞ്ഞത് ഇത് മാനവികതയുടെ പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലയിടങ്ങളിൽ നിന്നും വന്ന കുറേ മനുഷ്യർ ബഹിരാകാശ നിലയത്തിൽ മാനവികതയ്ക്ക് പുതിയൊരു മാനം കൊടുക്കുന്നു. അവർ പരസ്പരം അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, ഭക്ഷണം പങ്കുവെക്കുന്നു. ഇതൊക്കെ ഒരു പുതിയ തുടക്കത്തിന്റെ കൂടി നാന്ദിയാണെന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്.